കാസർഗോഡ് നിന്നും ഏറ്റവും പുതിയൊരു വാർത്ത വരുന്നുണ്ട്. കാസർഗോഡ് മൂന്നാം കടവ് കൂവാരയിൽ ഉരുൾപൊട്ടലുണ്ടായി എന്നാണ്. അവിടെ വ്യാപക കൃഷിനാശമുണ്ടായി. ആളുകളൊക്കെ സുരക്ഷിതരാണ് എന്നുള്ളൊരു ആശ്വാസ വാർത്തയും ഇതിനോടൊപ്പം വരുന്നുണ്ട്. ദൃശ്യങ്ങളാണ് ആദ്യം കാണുന്നത്. സാരംഗ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാരംഗ്, ഇപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു. ഈ പ്രദേശം എങ്ങനെയാണ്? അടുത്ത് ഒരുപാട് വീടുകളൊക്കെ ഉണ്ടായിരുന്നു. കേടുപാടുകളൊക്കെ പറ്റിയിട്ടുണ്ടോ? ജനങ്ങളൊക്കെ സുരക്ഷിതരാണോ? പറയൂ. പൂജ, ഇത്തരത്തിൽ മൂന്നാം കട കൂവാര എന്ന് പറയുന്ന പ്രദേശം അങ്ങനെ വ്യാപകമായ ആൾത്താമസമുള്ള സ്ഥലമല്ല. കാര്യമായി കൃഷിഭൂമികളൊക്കെ തന്നെ കാര്യമായുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ചെറിയ തരത്തിലാണെങ്കിലും ഉരുൾപൊട്ടൽ ഇപ്പോൾ ഒരു ആൾനാശം ഉണ്ടാകുന്ന തരത്തിലേക്ക് പോകാതിരുന്നത്. പക്ഷേ കൃഷിനാശം വലിയ തോതിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. നിരവധി വാഴത്തോട്ടങ്ങളും കഴുങ്ങിൻ തോട്ടങ്ങളും ഒക്കെയുള്ള സ്ഥലമാണ് ഇത്തരത്തിൽ കൂവാര എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള ഇത്തരത്തിലുള്ള കാർഷിക വിളകൾക്കൊക്കെ തന്നെ വലിയ തോതിൽ ഒരു നഷ്ടം സംഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കർഷകർക്കൊക്കെ തന്നെ വലിയൊരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പൂർണ്ണമായും ഇത്തരത്തിൽ അവരുടെ തോട്ടങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. അതുമാത്രമല്ല, കൃഷി ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച ചില കുളങ്ങൾ പൂർണ്ണമായും മണ്ണും മണലും വീണ് പൂർണ്ണമായും മൂടിപ്പോകുന്നൊരവസ്ഥയുണ്ട്. നിരവധി സ്ഥലങ്ങളിലെ കിണറുകളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആളുകൾ സുരക്ഷിതരാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നിലവിൽ ആശ്വാസകരമായി നമുക്ക് ലഭിക്കുന്ന വിവരം. വീടുകൾക്കൊന്നും നാശനഷ്ടങ്ങൾ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. എന്തായാലും അധികൃതരുടെ ഭാഗത്ത് നിന്നുള്ള പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, മുൻകാലങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള ഒരു നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ അനിഷ്ട സംഭവങ്ങളോ ഉണ്ടാവാത്ത ഒരു സ്ഥലമാണ് ഇത്തരത്തിൽ കൂവാര എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ശരി, ഏതായാലും കാസർഗോഡ് മൂന്നാം കടവ് കൂവാരയിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. അവിടെ അധികം ആൾതാമസമൊന്നുമില്ലാത്ത പ്രദേശമാണ്, വീടുകളൊന്നുമില്ല. പക്ഷേ വലിയ രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരിടമാണ്. അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള കൃഷിനാശമൊക്കെ ഉണ്ടായിട്ടുണ്ട്. മുൻപ് ഈ രീതിയിൽ ഈ പ്രദേശത്തൊന്നും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുമൊന്നുമില്ല. ഏതായാലും കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം ഓറഞ്ച് അലേർട്ടാണ്. തീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണുള്ളത്. രാവിലെയൊക്കെ കാസർഗോഡ് ജില്ലയിലെ പല വിധത്തിലുള്ള സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ജനങ്ങളൊക്കെ ഒന്ന് ജാഗ്രതരായിട്ട് ഇരിക്കുക എന്നുള്ളത് കൂടി എടുത്തു പറയുകയാണ്.